സോ നാർസിസം എന്ന് കേൾക്കുമ്പോൾ ടോക്സിക് ആയിട്ടുള്ള സഡിസ്റ്റിക് രീതിയാണെന്ന് ആദ്യമേ കരുതരുത്. നാർസിസം അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് ട്രീറ്റ് ഒരു സ്പെക്ട്രമാണ്. സെൽഫ് ഇമ്പോർട്ടൻസ്, അംബിഷൻ, പ്രൈഡ് ഇതുപോലുള്ള ട്രീറ്റുകൾ ഹെൽത്തി ആയിട്ടാണെങ്കിൽ നമ്മളെ ഒരുപാട് സഹായിക്കുന്നവയാണ്. എസ്പെഷ്യലി ഇഫ് യു ആർ നോട്ട് ഹാപ്പി അറൌണ്ട് സർട്ടൻ സിറ്റുവേഷൻസ് ആൻഡ് പീപ്പിൾ. നിങ്ങളെ മോശമായി ട്രീറ്റ് ചെയ്യുന്ന, നിങ്ങളുടെ എനർജീനെ ഡ്രെയിൻ ചെയ്യിക്കുന്ന, പറ്റിക്കുന്ന, കള്ളം പറയുന്ന, ത്രെറ്റൻ ചെയ്യുന്ന, ഹേർട്ട് ചെയ്യുന്ന, തോറ്റുപോയി എന്ന് കരുതുന്ന സാഹചര്യത്തിലൊക്കെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും നിങ്ങൾ അർഹിക്കുന്നത് ചോദിച്ചു വാങ്ങാനും അർഹിക്കാത്ത സാഹചര്യങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോവാനും നിങ്ങളുടെ കേപ്പബിലിറ്റീസിൽ വിശ്വസിക്കാനും നാർസിസിസ്റ്റിക് ആയിട്ട് കരുതുന്ന സെൽഫ് ഇമ്പോർട്ടൻസ്, പ്രൈഡ് പോലുള്ള ട്രേറ്റുകൾ നമ്മളെ സഹായിക്കും. അപ്പം എപ്പോഴാണ് ഇത് NPD ഓർ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആവുന്നത്? ഈ ഓരോ ടൈപ്പ് പറഞ്ഞപ്പോഴും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഓരോ ട്രേറ്റുകൾ ഉണ്ടായിരുന്നു. ദീസ് ആർ ദി 9 സൈൻസ് ഓഫ് NPD. ഇതിലേതെങ്കിലും 5 എണ്ണമെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് പാറ്റേൺ പോലെ കാണിച്ച് ജീവിതത്തിനെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ആസ് ഇൻ സ്വയമേയോ മറ്റുള്ളവരെയോ ഹാം ചെയ്യുന്ന രീതിയിൽ ഫാമിലി ലൈഫ്, ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ്, വർക്ക് പ്ലേസ് ഇതിനൊക്കെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് NPD ഡയഗ്നോസ് ചെയ്യപ്പെടാം. ഇത് ഡയഗ്നോസ് ചെയ്താൽ ഇതിനായിട്ട് പ്രത്യേകിച്ച് മെഡിക്കേഷൻ ഒന്നും ഇല്ല എന്നാണ് ഞാൻ വായിച്ചത്. തെറപ്പിയാണ് മെയിൻ. ഈ സ്വഭാവത്തിൻ്റെ പാറ്റേൺ ഉണ്ടാവാൻ കാരണമായ ബാല്യകാല എക്സ്പീരിയൻസസിൽ തുടങ്ങി ആ വ്യക്തി ചിന്തിക്കുന്ന രീതി, ബിഹേവ് ചെയ്യുന്ന രീതി, ക്രിറ്റിസിസം, ഫെയിലിയേഴ്സ്, ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനും റിസോൾവ് ചെയ്യാനും സഹായിക്കുന്ന പലതരം തെറപ്പികളാണ് കോർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. തുടക്കത്തിലെ സ്റ്റേജസിലാണെങ്കിൽ ഇത് മാറ്റാൻ വളരെ വളരെ ഈസിയാണ്. പക്ഷേ നാർസിസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഗേറ്റ് വേ പോലെയാണ്. ഇത് ട്രീറ്റ് ചെയ്യാതെ ഇരുന്നാൽ മറ്റ് പല സിവിയറായ സൈക്യാട്രിക്, പേഴ്സണാലിറ്റി, സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിലോട്ട് ഈ ട്രീറ്റുകൾക്ക് ഈസി ആയിട്ട് ഒരു വ്യക്തിയെ എത്തിക്കാൻ പറ്റും. എക്സ്ട്രീം കേസുകളിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ഉണ്ടാവാം. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാസ് മർഡറായ ഇലിയറ്റ് റോജറിൻ്റെ കേസ്. അതിനേക്കാൾ ഒരു അപ്രോപ്രിയേറ്റ് എക്സാമ്പിൾ ഇതിന് തരാനില്ല. ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി കാണണം. ഇറ്റ് ഈസ് വർത്ത് യുവർ 22 minutes. I'm such a magnificent guy. I'm beautiful. You can't deny that. Girls are not sexually attracted to me. There's a major problem with that. A major problem. That's a problem that I intend to rectify.